മോസ്റ്റ് ലീഡിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്തുന്ന ഒരു കമ്പനിയാണ്. 1944 ഈ വ്യൂ എന്നൊരു കമ്പനി. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ യൂണിവേഴ്സിറ്റി മോസ്റ്റ് ഓഫ് നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് എന്ന്. പിന്നെ അത് കാക്കനാട് ചർച്ചിലുള്ള നേഴ്സ് മോഡ് സിമുലേഷൻ സെന്ററിനാണ്. ഇതിന് കിട്ടുമോ എന്ന് ചോദിച്ചു പേടിക്കുന്ന ഒരു ഇന്നും പേടിക്കണ്ട, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കിട്ടില്ല. ഞാൻ വിപിൻ സ്പ്ലെൻഡോർ ന്യൂസിലാൻഡ്. ഞാൻ ഇന്ന് വന്നേക്കുന്ന ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിൽ ചെറിയൊരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. മോസ്റ്റ് ഓഫ് ദ ആൾക്കാർക്കും അത് അറിയാം. പക്ഷെ എന്നിരുന്നാലും ഇത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാര്യം ഇപ്പോൾ ഇന്നലെയാണ് സംഭവം പബ്ലിഷ് ചെയ്തത്. അപ്പം നമ്മളൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും അതേക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ട് പ്രസൻറ്റ് ചെയ്യുന്നതല്ലേ കുറച്ചും കൂടെ നല്ലത്. അപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് ഇത് ഉപകാരപ്രദമായി മാറും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് പറയാനായിട്ടുള്ളത്, നിങ്ങൾക്ക് വന്നേക്കുന്ന അതായത് December 4th ശേഷം രജിസ്റ്റർ ചെയ്തേക്കുന്ന എല്ലാ കുട്ടികൾക്കുമുള്ള OSCE പിന്നെ അതുപോലെ തന്നെ ഓൺലൈൻ എക്സാം. അപ്പോൾ ഈ ഓൺലൈൻ എക്സാം ഇത് നഴ്സിംഗ് കൗൺസിൽ കോൺട്രാക്ട് കൊടുത്തേക്കുന്ന പിയേഴ്സൺ വ്യൂ എന്ന് പറഞ്ഞ ഒരു കമ്പനിക്കാണ്. വൺ ഓഫ് ദ വേൾഡ് മോസ്റ്റ് ലീഡിംഗ് ആയിട്ടുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നടത്തുന്ന ഒരു കമ്പനിയാണ്. 1944 ഈ വ്യൂ എന്നൊരു കമ്പനി തന്നെ ആദ്യം വന്നത്. വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെർച്വൽ യൂണിവേഴ്സിറ്റി എന്റർപ്രൈസസ്. ഇവരാണ് ഈ 3 പേരും കൂടെ ചേർന്നിട്ട് ആദ്യം ഒരു കമ്പനി രൂപവൽക്കരിച്ചു 1944. പിന്നീട് NCS എന്ന കമ്പനി അത് ഏറ്റെടുത്തു. പിന്നെ അതിനുശേഷം 2000 പിയേഴ്സൺസ് അവർ ഏറ്റെടുക്കുന്നത്. അങ്ങനെയാണ് ഈ പിയേഴ്സൺസ് വ്യൂ എന്നൊരു കമ്പനി പേര് തന്നെ വന്നത്. പിയേഴ്സൺസ് വ്യൂ ഇവരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് പ്രൊഫഷണൽസിന് വേണ്ടി ഒരു സർട്ടിഫിക്കറ്റ്, അതായത് ഓൺലൈൻ എക്സാം നടത്തി അതിന് സർട്ടിഫിക്കേഷൻ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നെ അതുപോലെ തന്നെ ന്യൂസിലാൻഡ് നഴ്സിംഗ് കൗൺസിലിന് വേണ്ടി ഇവർ ഈ സംഭവം ചെയ്യുന്നതിൻ്റെ സെൻറ്റർ നമ്മുടെ മോസ്റ്റ് ഓഫ് ദ നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ടുള്ള നമ്മൾ സെർച്ച് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടപ്പള്ളി, കലൂർ, പിന്നെ അത് കാക്കനാട്, കോഴിക്കോട്, ട്രിവാൻഡ്രം ഈ സ്ഥലങ്ങളിലൊക്കെ ഈ പിയേഴ്സൺസ് വ്യൂവിൻ്റെ ഓൺലൈൻ എക്സാം നടത്തുന്ന സെൻറ്റർ, അതായത് അക്രഡിറ്റഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഏകദേശം 180ഓളം രാജ്യങ്ങളിൽ അവർ പിയേഴ്സൺസ് വ്യൂവിൻ്റെ ആക്സസ് ഉണ്ട്. അതുപോലെ തന്നെ 5500 സെൻറ്റേഴ്സ്, എക്സാം സെൻറ്റേഴ്സ് തന്നെ അവർക്ക് ഉണ്ടെന്നാണ് അവർ അവകാശപ്പെടുന്നത്. ഇനി ഇതിൻ്റെ എക്സാമിൻ്റെ ഫീസ് കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ഇതിനകത്ത് ഈ തിയറി എക്സാം, ഇതിനകത്ത് നമ്മൾ ഓൺലൈൻ എക്സാം നമ്മൾ എന്ന് പറയുന്ന ഇതിനകത്ത് 2 പാർട്ടാണായിട്ടുള്ളത്. പാർട്ട് എ, പാർട്ട് ബി. അതിൽ ഒന്ന് മെഡിക്കേഷൻ സേഫ്റ്റി വരുന്നുണ്ട്. പിന്നെ പാർട്ട് ബിയിൽ വരുന്നത് നഴ്സിംഗ് നോളജ്. അപ്പം മെഡിക്കേഷൻ സേഫ്റ്റിയിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡ്രഗ് കാൽക്കുലേഷൻ കാര്യങ്ങളായിരിക്കും മെഡിക്കേഷൻ സേഫ്റ്റിയിൽ നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ പാർട്ട് ബി അതായത് നിങ്ങളുടെ നഴ്സിംഗ് നോളജ്. അപ്പം അതിൽ നഴ്സിംഗ് നോളജ് എന്ന് പറയുമ്പോൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, അതായത് ഡയഗ്നോസ് ചെയ്യുന്ന സംഭവങ്ങൾ, പിന്നെ അതുപോലെ തന്നെ കൾച്ചർ സേഫ്റ്റി, ഈ കാര്യങ്ങളായിരിക്കും മോസ്റ്റ്ലി ചോദിക്കാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ വൺസ് നമ്മുടെ ഒരു ബാച്ച് ഈ എക്സാം എഴുതി പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ നമുക്ക് ഏത് രീതിയിലായിട്ടുള്ളതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇപ്പം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ എന്ന് പറയുന്നത് ഞാൻ എന്താ പറയണമെന്ന് അറിയോ, UK പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺലൈൻ എക്സാം ഉണ്ട്, CBT. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ഒരു പേഴ്സണൽ സജഷനാണ്, നമുക്ക് ഇതേക്കുറിച്ച് യാതൊരു വിധത്തിലുള്ള ഒരു ഫുള്ളായിട്ടൊരു ഐഡിയ കിട്ടാത്തതുകൊണ്ട് നിങ്ങൾ തൽക്കാലം ഇതുപോലെ ഓൺലൈൻ എക്സാം ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന CBT എക്സാം പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന സെൻറ്ററിൽ നിങ്ങൾ ഒരു തൽക്കാലം ആദ്യമായിട്ട് എക്സാം എഴുതാൻ പോകുന്നതിനടുത്ത് പറയുന്നതാണ്, ഒന്ന് പോയി ഒരു ചെറിയൊരു ട്രെയിനിങ് എടുക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. നമ്മളുടെ നെക്സ്റ്റ് പാർട്ട് അതായത് OSCE, അത് നിങ്ങൾ ന്യൂസിലാൻഡ് വന്ന് ചെയ്യേണ്ടതാണ്. OSCE നടത്താനായിട്ട് കൊടുത്തേക്കുന്നത് നമ്മുടെ അപ്രൂവൽ കൊടുത്തേക്കണമെന്നുണ്ടെങ്കിൽ ക്രൈസ്റ്റ് ചർച്ചിലുള്ള നേഴ്സ് മോഡ് സിമുലേഷൻ സെന്ററിനാണ് ഇതിൻ്റെ അക്രഡിറ്റേഷൻ കൊടുത്തേക്കുന്നത്. OSCE എന്ന് പറയുന്ന സംഭവം 3 ദിവസത്തെ പ്രാക്ടിക്കൽ ടെസ്റ്റാണ്. അതിൽ 2 ദിവസം നിങ്ങൾക്ക് ഓറിയന്റേഷൻ ഉണ്ടാവും. അതിൽ 3-ാം ദിവസം 3 മണിക്കൂറാണ് ഇതിൻ്റെ ടെസ്റ്റ് വരുന്നത്. അപ്പോൾ ഈ ഒരു ടെസ്റ്റിന് അവർ പറയുന്ന വെച്ചാൽ ഓരോ സ്റ്റേഷൻസ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 10 സ്റ്റേഷനാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഓസ്ട്രേലിയക്കൊക്കെ 12 സ്റ്റേഷനാണ് OSCEക്ക് ഉള്ളത്. സെയിം അതുപോലെ തന്നെ നമ്മുടെ ന്യൂസിലാൻഡിലും 10 സ്റ്റേഷനാണ് പറയുന്നത്. അപ്പോൾ അതിൽ അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് 12 മിനിറ്റ്സ് ആണ് അവർ പറയുന്ന ഒരു ടൈം ഫ്രെയിം പറയുന്നത്. അപ്പോൾ അതിൽ 2 മിനിറ്റ് നിങ്ങൾക്ക്
പ്രിപ്പയർ ചെയ്യാനായിട്ട്, അതായത് നിങ്ങൾക്ക് ടാസ്ക് ഒന്ന് വായിക്കാൻ വേണ്ടി. ഇപ്പോൾ ഓരോ സ്റ്റേഷനിനകത്ത് ഓരോന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ സ്റ്റേഷൻ നിങ്ങൾക്ക് ടാസ്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ടാസ്ക് നിങ്ങൾക്ക് ഒന്ന് വായിച്ചൊന്ന് പ്രിപ്പയർ ചെയ്യേണ്ട ഒരു 2 minutes നിങ്ങൾക്ക് ടൈം, 8 to 10 minutes എന്നുള്ള നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാനായിട്ടുള്ള ഒരു ടൈം ഫ്രെയിമാണ് അവർ തരുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു 103 മണിക്കൂർ ഏകദേശം 3 മണിക്കൂർ സമയമാണ്. 180 minutes എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറാണ് പറയുക. അപ്പോൾ ഈ 3 മണിക്കൂറിൽ ഇപ്പം നമ്മൾ ഈ തന്നേക്കുന്ന ഈ എന്താ പറയുക 12 minutes എന്ന് നമ്മൾ അത് കണക്കൂട്ടി 120 minutes ആയിട്ടുള്ളൂ. ബട്ട് നിങ്ങൾക്ക് അതിക്ക് മുമ്പ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ അത് അപ്ഡേഷൻ പിന്നീട് കൂടുതലായിട്ട് പറയുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നിങ്ങൾക്ക് ഒരു OSCEയുടെ ഇതിനകത്ത് നിങ്ങൾക്ക് വരുന്നത്. പിന്നെ നെക്സ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓൺലൈൻ എക്സാമും പിന്നെ അതുപോലെ തിയറി എക്സാം, ഓൺലൈൻ എക്സാം നിങ്ങളുടെ തിയറി എക്സാമും പിന്നെ അതുപോലെ തന്നെ ഈ OSCEയുടെയും ഫീസ് കാര്യങ്ങൾ എത്രയാണ് വരുന്നതെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് വെച്ചാൽ നമ്മുടെ തിയറി എക്സാമിനും അതുപോലെ തന്നെ OSCEക്കും എത്ര രൂപ ഫീസ് വരുന്നുണ്ടെന്നാണ്. കാരണം ഇത് ഭൂരിഭാഗം നിങ്ങൾക്ക് അറിയാം, നിങ്ങൾ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്നത് വെച്ചാൽ ഇന്ത്യൻ രൂപയിൽ കൺവേർട്ട് ചെയ്ത് ടോട്ടൽ എത്ര വരും, സ്പ്ലിറ്റ് ചെയ്ത് എത്ര രൂപ വരും ഇന്ത്യൻ രൂപയിൽ, അതെല്ലാം കൂടെ കൺവേർട്ട് ചെയ്തിട്ട് ഉള്ള കണക്കാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് ഓൺലൈൻ എക്സാമിൻ്റെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. പാർട്ട് എ ഉണ്ട്, പാർട്ട് ബി ഉണ്ട്. അപ്പോൾ പാർട്ട് എയിൽ മെഡിക്കേഷൻ സേഫ്റ്റി, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡ്രഗ് കാൽക്കുലേഷൻ കാര്യങ്ങളൊക്കെയാണ് ഫസ്റ്റ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ അതിന് വരുന്ന ഫീസ് $32 വരുന്നത്. ഇന്ത്യൻ രൂപയിൽ 1600 വരുന്നുണ്ട്. പിന്നെ പാർട്ട് ബിയിൽ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ നഴ്സിംഗ് നോളേജ്, അതായത് $108 വരുന്നത്. ഏകദേശം 5450 രൂപ വരും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ബുക്ക് ചെയ്യുന്ന, അതായത് $140 ഇതിന് വരുന്നത്. ഇതിൻ്റെ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ 7050 രൂപ നമുക്ക് ടോട്ടൽ ഇന്ത്യൻ രൂപ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അടുത്ത് നമ്മൾ പോകുന്നത് OSCEയുടെ ഇതിനകത്ത് ഇങ്ങനെ പോകുന്നത്. OSCEയുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓറിയന്റേഷൻ പ്രിപ്പറേഷൻ കോഴ്സാണ് ഫസ്റ്റ് ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് 3 ദിവസം 2 ദിവസം ഓറിയന്റേഷൻ ക്ലാസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ 2 ദിവസത്തെ ഫീസിന്റെ 2 ദിവസത്തെ ഫീസാണ് $500, അതായത് $25,350 വരും. ഓക്കെ, പിന്നെ അടുത്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലിനിക്കൽ എക്സാമിനേഷനാണ് വരുന്നത്. അത് $3000 വരുന്നുണ്ട്. അതായത് 1,52,000 രൂപയാണ് വരുന്നത്. നമുക്ക് ടോട്ടലായിട്ട് തിയറിക്കും ഈ പറഞ്ഞ OSCEക്കും വരുന്ന ഫീസ് എന്ന് പറഞ്ഞെങ്കിൽ 3748 രൂപ വരുന്നുണ്ട്. ഇന്ത്യൻ രൂപയിൽ വരാണെങ്കിൽ 1,84,400 രൂപ. അതായത് ഞാൻ ഈ പറയുന്ന സംഭവം 1,84,400 രൂപ എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് നമ്മുടെ എക്സ്ചേഞ്ച് റേറ്റ് അനുസരിച്ച് ഇതിനകത്ത് ചേഞ്ചസ് വരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഫീസിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ക്ലിയർ ആയി എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി കാണും. തിയറി എക്സാം എന്ന് പറഞ്ഞെങ്കിൽ 3 മണിക്കൂർ 120 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. OSCEക്ക് ആണെങ്കിൽ 3 hour തന്നെ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് 10 സ്റ്റേഷനും 12 മിനിറ്റ് ടൈം നിങ്ങൾക്ക് 2 മിനിറ്റ് 2 മിനിറ്റ് പ്രിപ്പയർ ചെയ്യാണ്ട് റീഡിങ് പ്രിപ്പയർ ചെയ്യാനും ബാക്കി 8 to 10 മിനിറ്റോളം നിങ്ങൾക്ക് ആ ഒരു ടാസ്ക് ഫുൾഫിൽ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞ OSCEനകത്ത് ചിലപ്പോൾ നമ്മൾ ഒരു സിനാരിയോ തരും. അപ്പൊ സിനാരിയോ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പറയണം ഒരു പേഷ്യന്റ് കിടക്കുന്നുണ്ട്. അപ്പൊ പേഷ്യന്റിന് ഫീവർ, അപ്പൊ നിങ്ങൾ എന്ത് ഡയഗ്നോസ് ചെയ്യുന്നു, നിങ്ങൾ ആരെയാണ് ഫസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനത്തെ സച്ച് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ചിലപ്പോൾ ഒരു ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യാനായിരിക്കും, ചിലപ്പോൾ ഷുഗർ ചെക്ക് ചെയ്യാനായിരിക്കും. അപ്പൊ അങ്ങനത്തെ പല രീതിയിലുള്ള ടാസ്ക് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ കൂടുതൽ കാര്യങ്ങൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ബാച്ച് ഇറങ്ങി കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ കാൻഡിഡേറ്റ്സ് ആയിട്ട് നിങ്ങളെ കണക്ട് ചെയ്ത് തരുന്നതാണ്. ഇനി അടുത്തത് നമ്മുടെ OSCEക്ക് നിങ്ങൾ ചെന്ന് കഴിയുമ്പോൾ ഒരു ചെറിയ ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാം ഇതിനകത്ത്. അപ്പോൾ ഒരു OSCEക്ക് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേഷനിൽ ഒരു പേഷ്യന്റ് കിടക്കുന്നത്. അപ്പോൾ പേഷ്യന്റ് കിടന്നു കഴിയുമ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, അതാണ് ഫസ്റ്റ് തന്നെ. നിങ്ങൾ ഫസ്റ്റ് പറയണതെന്ന് വെച്ചാൽ ഹായ്, ഹലോ, ഐ ആം വിപിൻ, ഐ ആം സ്റ്റുഡന്റ് നഴ്സ്, ഐ ആം ലുക്കിംഗ് ആഫ്റ്റർ യു ടുഡേ എന്ന് നിങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ നിങ്ങളെ സ്വന്തമായിട്ട് അവരെ പരിചയപ്പെടുത്തുക. രണ്ടാമത്തെ ഇതെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എന്തിന് എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. വൈ ഐ ആം ഹിയർ എന്ന് ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം. പിന്നെ നിങ്ങൾ എന്താണ് പെർഫോം ചെയ്യാൻ പോണത് അതും അവരോട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾ പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ 8 മണിയായി, അവരോട് പറയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഏതൊരു പേഷ്യൻ്റ് ആയാലും അവരുടെ സമയം അവരുടെ അടുത്ത് ഒന്ന് മെൻഷൻ ചെയ്തു. കാര്യം ഈ ഒരു ഇതിൽ കിടക്കുന്ന എല്ലാവരും മോസ്റ്റ് ഓഫ് ദ പേഷ്യൻസും കയ്യിൽ വാച്ച് കെട്ടണമെന്നില്ല. അപ്പോൾ അവർക്ക് സമയം അറിയണമെന്നുണ്ടെങ്കിൽ റൈറ്റ് സൈഡിലോ ക്ലോക്ക് നോക്കേണ്ടവർ അപ്പോൾ മിക്കവാറും കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ അടുത്ത് പറയുക മോർണിംഗ് 8 o'clock ആയിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ അടുത്ത് പറയുക. അതായത് 8 o'clock ആയി, ഞാൻ ഇപ്പോൾ വന്നത് നിങ്ങൾക്ക്
നിങ്ങൾക്ക് ഇൻസുലിൻ തരാൻ വേണ്ടിയിട്ടാണ്, ഇല്ലെങ്കിൽ ഇത് ഇൻസുലിൻ നിങ്ങൾ എവിടെ എന്ത് ചെയ്യാൻ പോകും, അപ്പോൾ പറയുക ഇൻസുലിൻ നിങ്ങൾക്ക് ഇത്ര ഷുഗർ ഉണ്ട്, അപ്പോൾ റൈറ്റ് ഹാൻഡിൽ അല്ലെങ്കിൽ തൈസിൽ ഇൻസുലിൻ കൊടുക്കാൻ പോകുന്നു എന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. മൂന്നാമത്തെ ഇതെന്ന് വെച്ചാൽ നിങ്ങൾ കൺസെൻറ്റ് എടുക്കുക. അതായത് ഇപ്പം നമ്മുടെ നാട്ടിൽ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ അങ്ങനെ കൺസെൻറ്റ് എടുക്കുന്ന ഒരു പരിപാടി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ ഏതൊരു പേഷ്യൻ്റ് നേരെ ചെന്ന് ഗുളിക കൊടുക്കുന്നത് ഇത് കഴിച്ചോണം എന്ന് പറയാണ് കൊടുക്കുകയാണ് വേണ്ടത്. പക്ഷെ അവിടെ അങ്ങനെയല്ല, നേരെ തിരിച്ചാണ്. നിങ്ങൾ അവിടെ ചെന്നതിന് ശേഷം നിങ്ങൾ കൺസെൻറ്റ്, ഇത് ഇഞ്ചക്ഷൻ ഞാൻ എടുത്തോട്ടെ, നിങ്ങൾ വില്ലിങ് ആയത്, നിങ്ങൾ ഹാപ്പി ആണോ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് ഡോക്ടറിന് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ ചില പേഷ്യൻസിന് അവർ വില്ലിങ് ആയിരിക്കില്ല, അവർ പറയും എനിക്ക് വേണ്ട എന്ന് പറയും. വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട. നമ്മുടെ നാട്ടിലെ പോലെ നീ കഴിച്ചേ പറ്റൂ, ഇവിടെ കിടന്നുണ്ടെങ്കിൽ ഇവിടത്തെ ഇതനുസരിച്ച് നിങ്ങൾ എടുത്തേ പറ്റത്തുള്ളൂ, അത് നിയമമാണ് എന്ന് നമ്മുടെ നാട്ടിൽ പറയും. പക്ഷെ അവിടെ ആ പരിപാടി നടക്കില്ല. നമ്മൾ ഫസ്റ്റ് കൺസെൻറ്റ് എടുക്കണം. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ ഈ ഓസ്കിയിൽ വരുന്നത്. അപ്പോൾ ന്യൂസിലാൻഡിൽ എങ്ങനെയാണ് എന്നുള്ളത് അത് നമ്മളുടെ അവിടുത്തെ രജിസ്റ്റേർഡ് നഴ്സസ് ആയിട്ടുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന രജിസ്റ്റേർഡ് നഴ്സസ് നിങ്ങൾക്ക് അതിനുള്ള കിട്ടലൻ ക്ലാസ് നിങ്ങൾക്ക് എടുത്തു തരുന്നതാണ്. നമ്മളുടെ അടുത്ത വീഡിയോ ഒന്നും ഞാൻ തർപ്പിച്ച് പറയുന്നില്ല. അടുത്ത ഏതെങ്കിലും ഒരു ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് കാര്യം എല്ലാവരും വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ വൈഫ് ഷീസ് ഓൾസോ നഴ്സ്, ഷീസ് വർക്കിംഗ് ഇൻ ഗവൺമെൻറ് ഹോസ്പിറ്റൽ. ഞാൻ വൈഫിൻ്റെ അടുത്ത് ഞാൻ ചോദിച്ചിട്ട് കാര്യം, ഇപ്പോൾ വെക്കേഷന് ഞാനിപ്പോൾ നാട്ടിൽ വന്നേക്കാം, അതിൻ്റെ ഇടയ്ക്കാണ് ഇങ്ങനൊരു അപ്ഡേഷൻ വന്നപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ഒന്നാമത്തെ ഹറിബറി ബിസിയാണ്. നിങ്ങൾക്ക് അറിയാലൊരു വെക്കേഷൻ നമ്മൾ നാട്ടിൽ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ബിസി ആയിരിക്കും. സോ ഞാൻ സമയം കണ്ടെത്തി ഞാൻ ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് എല്ലാ രീതിയിലും ഞാൻ ഒരു സ്റ്റഡി ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ തന്നെ ഞാൻ പ്രിപ്പയർ ചെയ്ത്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ, ഇതേക്കുറിച്ച് യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ നിങ്ങളുടെ പേപ്പർ വർക്ക് കാര്യങ്ങൾ, ഇപ്പോൾ എല്ലാ പ്രോസസ്സിങ്, ഇപ്പോൾ പുതിയതാണെങ്കിലും എല്ലാ പ്രോസസ്സിങ് സെയിം തന്നെ. ക്യാപ് പ്രോഗ്രാമിന് എങ്ങനെയാണോ നമ്മൾ വെരിഫിക്കേഷൻ എല്ലാം ചെയ്ത് ന്യൂസ് ആൻഡ് നഴ്സിംഗ് കൗൺസിൽ രജിസ്റ്റർ ചെയ്ത്, പിന്നെ അതിനുശേഷം ഇൻ്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്ക് ചെയ്ത്, പിന്നെ നിങ്ങൾക്ക് ഒരു ഡിസിഷൻ ലെറ്റർ കിട്ടുന്നു. പിന്നെ അതിനുശേഷം നമ്മൾ ഈ ഓസ്കി ഈ ഓൺലൈൻ എക്സാം പാസ്സായതിനു ശേഷം മാത്രമാണ് നിങ്ങൾ ഓസ്കി ചെയ്യാനായിട്ട് ന്യൂസിലാൻഡിൽ ഇറങ്ങുക. ഓക്കെ, അപ്പം നമ്മളുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് ന്യൂസിലാൻഡ് ഉള്ളതായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡൊമസ്റ്റിക് സപ്പോർട്ട്, ലോക്കൽ സപ്പോർട്ടിന് ഞാൻ മാർച്ചിന് ഞാൻ തിരിച്ചു പോകും. അപ്പം നമുക്ക് എല്ലാവർക്കും അവിടെ വെച്ച് കാണാം. ഇപ്പം എൻ്റെ കാൻഡിഡേറ്റ്സ് ഇപ്പോൾ പ്രോസസിങ് ചെയ്യുന്ന എല്ലാ കാൻഡിഡേറ്റ്സിനുമായിട്ട് നല്ലൊരു ആശംസകൾ നിന്നു. പിന്നെ ഒത്തിരി കുട്ടികൾ ഇതുപോലെ ഈ പറഞ്ഞ OETയും IELTSഉം പൂർത്തിയാക്കാനുണ്ട്. അപ്പോൾ അവർക്ക് നല്ല ആശംസകൾ നേരുന്നു. അടുത്ത ദിവസങ്ങളിൽ എക്സാം എഴുതുന്ന കുട്ടികളുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനായിട്ട് അവസാനമായിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഒരു മൊഡ്യൂൾ കിട്ടിയുള്ളെങ്കിൽ നിങ്ങൾക്ക് പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാം, അത് മറക്കാതിരിക്കുക. പിന്നെ എല്ലാവരുടെയും ഏറ്റവും വലിയൊരു പേടി, ഒരു സ്വപ്നമാണ് ഇപ്പോൾ ജോലി കിട്ടുന്നില്ല എന്നുള്ളത്. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂസിലാൻഡ് വരാനായിട്ട് ജോലി കിട്ടുമോ എന്ന് ചോദിച്ച് പേടിക്കുന്ന ഒരു ഇന്ന ആൾക്കാരുണ്ട്, ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരെ നമുക്ക് ഏത് രീതിയിൽ പറഞ്ഞ് സമാധാനിപ്പിക്കാം, അല്ലെങ്കിൽ ഏത് രീതിയിൽ അവർക്ക് ഒരു ഹോപ്പ്, ഒരു പ്രതീക്ഷ കൊടുക്കാമെന്ന് ഒരു യൂട്യൂബ് വ്ളോഗേഴ്സും ആരും ഇതേവരെ പറഞ്ഞിട്ടില്ല. പക്ഷെ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ അടുത്തത് നിങ്ങൾക്ക് വിടുന്നതായിരിക്കും. ആ ഒരു വീഡിയോ നിങ്ങൾ കേട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, സത്യം പറഞ്ഞാൽ നിങ്ങൾ ആരും പേടിക്കത്തില്ല. എന്തിനും നിങ്ങൾ പേടിക്കണം, എന്താ ആവശ്യമിരിക്കണേ? നിങ്ങൾ സാധാരണ യൂട്യൂബ് വ്ളോഗേഴ്സിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത എന്താണെന്നറിയോ? കാര്യം ഞാനും ഒരിടയ്ക്ക് ഒരു കാലത്ത് ഞാൻ വ്ളോഗ് ചെയ്തുകൊണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടുക, പിന്നെ അതുപോലെ വ്യൂവിങ് അവേഴ്സ് കൂട്ടുക. ഇതാണ് എല്ലാ യൂട്യൂബ് വ്ളോഗേഴ്സിൻ്റെയും ഏറ്റവും വലിയൊരു ലക്ഷ്യം. അപ്പോൾ നിങ്ങളെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചെടുത്തുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയൊരു ആവശ്യകത. അപ്പോൾ അവരെന്ത് ചെയ്യും? പരമാവധി നിങ്ങളെ പിൻ പോയിന്റിലാണ് നിർത്തും. എന്നിട്ട് അവർ പറയും അടുത്ത അപ്ഡേഷനായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അത് കണ്ടുകൊണ്ട് നിങ്ങളങ്ങ് പേടിച്ച് വരണ്ട്. പിന്നെ നിങ്ങൾ അതിന് സബ്സ്ക്രിപ്ഷനും കൊടുത്ത് നിങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കും അവരടുത്തൊരു വീഡിയോയ്ക്ക് വേണ്ടി. ദൈവത്തെ ഓർത്ത് ഈ നിങ്ങളെ പേടിപ്പെടുത്തുന്ന ഒരു ആവശ്യമില്ലാത്ത, ഒരു ജെനുവിനിറ്റി ഇല്ലാത്ത പ്രസന്റ് കാര്യം പറഞ്ഞ് നിങ്ങൾ ആരെയും പേടിപ്പിക്കുന്നുണ്ടോ? നിങ്ങളൊന്നും പേടിക്കരുത്. ഒരിക്കലും നിങ്ങൾ നിങ്ങൾ ഒന്നാമത് നേഴ്സല്ലേ. ഏറ്റവും താഴെ നിന്ന് നിങ്ങൾ ഈ ന്യൂസിലാൻഡ് വരെ എത്തിയെങ്കിൽ നിങ്ങൾ എന്തിനെ പേടിക്കണേ? നിങ്ങൾക്ക് ആവശ്യത്തുള്ള എഡ്യൂക്കേഷൻ നിങ്ങളുടെ കയ്യിലില്ലേ? സോ ഒന്നുകൊണ്ടും പേടിക്കണ്ട. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു കിട്ടില്ലെന്ന് പറയണമെങ്കിൽ പ്രതീക്ഷ നൽകുന്ന ഒരു നല്ലൊരു വീഡിയോ ആണ് എൻ്റെ അടുത്ത് ചെയ്യാനായിട്ട് പോകുന്നത്. അത് എന്താണ് സർപ്രൈസ് ഞാനിപ്പോൾ പൊട്ടിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട്
ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ് മറക്കേണ്ട അടുത്ത വീഡിയോ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ കണ്ടിരിക്കുക. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഒന്നാമത് ടൈം ഇല്ലാതെ ഇപ്പം നിങ്ങൾക്കറിയാം വെക്കേഷന് വന്നതിൻ്റെ ആ ഒരു ടൈം ഞാൻ പറഞ്ഞല്ലോ മൊത്തത്തിൽ ഹറിബറി. സോ അതുകൊണ്ട് മാത്രമാണ് ലേറ്റായി പോകുന്നത്. അപ്പോൾ സൂൺ നിങ്ങൾക്ക് അതിൻ്റെ ഉള്ള ഒരു വീഡിയോ നല്ല ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരെ സൈനിങ് ഔട്ട് വിപിൻ, സ്പ്ലെൻഡോർ, ന്യൂസിലാൻഡ്.